എന്തുകൊണ്ട് നമ്മുടെ യുവാക്കൾ ഇവിടെ നിന്ന് നാട് വിട്ടുപോകുന്നു? ആരുണ്ടാക്കി ഈ സാഹചര്യം? ആ സാഹചര്യത്തിന് മാറ്റം വരണ്ടേ? ഈ കേരളം വീണ്ടും ഒരു ദരിദ്ര രാജ്യമായിട്ട് മുന്നോട്ട് പോയാൽ മതിയോ? അതിന് മാറ്റം വരണമെങ്കിൽ തീർച്ചയായിട്ടും 2020 അതിൽ വലിയൊരു പങ്ക് വഹിക്കാൻ സാധിക്കും. അപ്പോൾ ഈ 2020 NDA പ്രവേശനം, പലരും ഇതിനെ 2020 BJPയിൽ ലയിച്ചു. അത് തെറ്റായിട്ടുള്ളൊരു വ്യാഖ്യാനമാണ്. ഞങ്ങളും BJPയുമായിട്ട് യാതൊരു വിധത്തിലുള്ള ലയനമോ അല്ലെങ്കിൽ അങ്ങനെയല്ലാതെ ഒരു സഖ്യത്തിൻ്റെ ഭാഗമായിട്ട്, അതിൽ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്, അതിലൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, ഒരു സഖ്യ കക്ഷിയായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ആശയങ്ങളോ അവകാശങ്ങളോ ഞങ്ങളുടെ തീരുമാനങ്ങളോ ബലി കഴിച്ചുകൊണ്ടുള്ള ഒരു സഖ്യമല്ല ഇത്. 2020 എന്ന് തുടങ്ങിയോ, എന്തിനു വേണ്ടി തുടങ്ങിയോ, അതേ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ആ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഞങ്ങളുടെ പ്രവർത്തനം. അല്ലാതെ ഞങ്ങളുടെ ആശയങ്ങളും മൂല്യങ്ങളും ബലി കെടുത്തുകൊണ്ട് ഒരു സഖ്യത്തിലും ഞങ്ങൾ നിലനിൽക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത് BJPയുമായിട്ടുള്ള സഖ്യം, ഇത് NDA, ഒട്ടനവധി ഇന്ത്യയിലെ കക്ഷികൾ, രാഷ്ട്രീയ പാർട്ടികൾ സഖ്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സഖ്യത്തിലാണ് ഞങ്ങളും ചേർന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ നിന്ന് പല ആളുകളും വിട്ടുപോയി എന്ന് ചില ന്യൂസുകളും അതിനെപ്പറ്റി അതേ രീതിയിൽ പ്രചരിപ്പിക്കാനാണ് ഇവിടുത്തെ ആളുകൾ ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വിട്ടുപോയവരെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. ഞാൻ പറഞ്ഞല്ലോ, 2012 ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷനിൽ നിന്ന് മത്സരരംഗത്തേക്ക് വന്നപ്പോൾ ഇതിലുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും BJPക്കാരും വിട്ടുപോയിട്ടുണ്ട്. അതൊരു പരിണാമത്തിൻ്റെ അല്ലെങ്കിൽ നമ്മളെടുത്ത നിലപാടിൽ നിന്ന് മാറിയപ്പോൾ അതുണ്ടായതാണ്. അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു വിട്ടുപോക്കാണത്. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ, കോൺഗ്രസ് ആശയത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ഇതിലുണ്ട്. കാരണം വിവിധ പ്രസ്ഥാനങ്ങൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് വന്നിരിക്കുന്നവരുടെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് 2020. അപ്പോൾ തീർച്ചയായിട്ടും അതുണ്ടാകും. അവരെ ഒരിക്കലും ഞാൻ തെറ്റ് പറയില്ല. കാരണം ഒരു മാറ്റം, ഞങ്ങൾ രാഷ്ട്രീയപരമായിട്ടൊരു തീരുമാനമെടുത്തു, അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് വന്നു. അവർക്ക് വ്യക്തിപരമായിട്ടുള്ള ചിന്തിക്കാനും തീരുമാനിക്കാനും അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇനിയും കുറച്ച് പേര് പോയെന്ന് വരും. പക്ഷേ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടത്, 1, 2, 3 വ്യക്തികൾ പോയത് മാത്രമാണ് നമ്മൾ വലിയ തലക്കെട്ടോടുകൂടി അതിനെ പ്രസിദ്ധപ്പെടുത്തുന്നത്. പക്ഷേ ഒരാൾ പോകുന്ന സമയത്ത് 100 ആയിരക്കണക്കിന് ആളുകൾ ഇതിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട് എന്നുള്ളത് ആരും മറക്കരുത്. അപ്പോൾ തീർച്ചയായിട്ടും പോകുന്നവരെ നമുക്ക് തെറ്റു പറയാൻ സാധിക്കില്ല. അതവരുടെ സ്വാതന്ത്ര്യമാണ്, അവരുടെ വിശ്വാസമാണ്. പോകുന്നവർ പോകട്ടെ. അതിനെ തടയാനോ അവരെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാനോ ഞങ്ങൾ ശ്രമിക്കാറില്ല, അതിനുവേണ്ടി ശ്രമിക്കുകയുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കമാണ് ഈ കേരളത്തിന് വേണ്ടിയിട്ട്. ഇപ്പോൾ നമുക്കറിയാം, ഇടതും വലതും ന്യൂനപക്ഷങ്ങളെ ഓർത്ത്, ന്യൂനപക്ഷങ്ങളെ ചൊല്ലി ഒരുപാട് വിലപിക്കുന്നുണ്ട്. എന്നാൽ ഇവർക്ക് ആർക്കെങ്കിലും ഈ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന ഏതെങ്കിലും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിച്ചിട്ടുണ്ടോ? ഇവർ 2 ആടുകളെ കൂട്ടിയിടിപ്പിച്ച് അതിൻ്റെ രക്തം കൂട്ടി കുടിക്കുന്ന ചെന്നായ്ക്കളുടെ റോളാണ് LDFും UDF കാര്യത്തിലെടുത്തിരിക്കുന്നത്. ന്യൂനപക്ഷങ്ങളെ തമ്മിൽ അടുപ്പിച്ച് അവരുടെ രക്തമൂറ്റി കുടിക്കുകയാണ് ചെയ്യുന്നത്. ഇവർക്ക് ആർക്കും ഇതിന് പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല. അവർ പരിഹാരം കാണുകയുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരെ സംബന്ധിച്ചൊരു രാഷ്ട്രീയ മുതലെടുപ്പാണ്. രാഷ്ട്രീയം എത്രത്തോളമുണ്ടോ അത്രയും കാലം ഈ ന്യൂനപക്ഷങ്ങളെ തമ്മിൽ അടുപ്പിച്ച് അതിലൊരു രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനായിട്ടുള്ള ശ്രമങ്ങളാണ് LDFും UDFും നടത്തുന്നത്. പക്ഷേ ഞങ്ങളുടെ ഈ NDA പ്രവേശനം തീർച്ചയായിട്ടും ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ, അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അത് കേന്ദ്രത്തിൻ്റെ സഹായത്തോടു കൂടിയിട്ട് അതിന്
ശാശ്വതമായിട്ടുള്ള പരിഹാരങ്ങൾ കണ്ടുപിടിക്കുക, അതിനൊരു പരിഹാരം കണ്ടെത്തുക, അതായിരിക്കും ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ തീർച്ചയായിട്ടും അതിനുവേണ്ടിയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ഈ തീരുമാനം ഇതിൽ സ്റ്റേറ്റ് കമ്മിറ്റിയും അതുപോലെ ജില്ലാ കമ്മിറ്റിയും അതിലുള്ള എല്ലാ ആളുകളുടെയും അനുവാദത്തോടു കൂടി പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ചർച്ചകൾ നടത്തി തീരുമാനമെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് കേരളത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു കൂട്ടുകെട്ടാണ്. എല്ലാവരും അത് മനസ്സിലാക്കി കേരളത്തിൻ്റെ വളർച്ച, കേരളത്തിൻ്റെ വികസനം ആഗ്രഹിക്കുന്ന ഏതൊരാളും ഈ ഒരു കൂട്ടുകെട്ടിനെ അനുകൂലിക്കണം. രാഷ്ട്രീയം മറന്ന് കേരളത്തിൻ്റെ നന്മ മാത്രം ആഗ്രഹിക്കുന്നവർ ഇതിനെ അനുകൂലിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു.